അയ്യോ തള്ളേ തള്ളയുടെ ചോര പറഞ്ഞ വാളല്ല ബാറ്റ് ഏതാ ഹോക്കി ബാറ്റാ. നമുക്ക് താഴെ പോയിട്ട് വേണ്ടേ അത് കഥ തുറന്നിരിക്കാം. സോ ഇരിക്കിരി തള്ള വരുമ്പോൾ എനിക്കറിയാൻ പറ്റും. സോ തള്ള എൻ്റെ സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ദേ വരുന്നു. സോ പുള്ളിക്കാരുടെ ഓട്ടം കണ്ടതൊന്നും ഇപ്പം പിടിക്കുന്നു. സോ ഇവിടെ വന്നിട്ട് ആരും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ തിരിഞ്ഞു വന്നു. ചമ്മിപ്പോയി കാണും. പുള്ളിക്കാരി പിന്നെ സ്ലോ മോഷൻ അവിടെ പോകാൻ തന്നെ അരമണിക്കൂർ എടുക്കും. ദേ വരുന്നു. ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വരുന്നോ. സോ എനിക്ക് വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അടിയിലോട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് പോലില്ല. തന്നെ കൈ എഴുതുന്ന ദേ വരുന്നു. എൻ്റെ ഗായ്സ് അയ്യോ ഞാൻ വിചാരിച്ച പുള്ളിക്കാരെ അവിടെ നിന്ന് കൈ എഴുതുമെന്ന്. വൃത്തിയുള്ള ആളാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ആ ബാറ്റ് കഴിയില്ലെങ്കിലും കൈ എഴുതും. വൃത്തിയുള്ള ആളാണ്. പക്ഷെ നഖം വെട്ടത്തില്ല. കയ്യിലൊക്കെ നഖം കൊമ്പ് പോലെ വീർത്തിരിക്കുക. എന്നാന്നറിയില്ല ചെറിയൊരു പേടി ഇതിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങാൻ, ഇതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങാൻ. എങ്ങാനും വല്ല ചെറിയ സൗണ്ട് മതി, ഒരു ആണി വീഴുന്ന സൗണ്ട് വരെ ഈ തള കേൾക്കും. നമ്മളിത് ഇവിടെ നോക്കി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ തുറന്നിട്ട് അന്നേരം അമ്മച്ചി അങ്ങോട്ട് പോയി. ലീവ് ദിസ് ഹൗസ്. എൻ്റെ പൊന്നെ ഉള്ള ഞാനേ പോവാൻ, നിങ്ങൾക്ക് അതോർന്നാ. എൻ്റെ പൊന്നെ ബാറ്ററി ഇവിടെ ഉണ്ട്. ഓ സൗണ്ട് കേൾക്കും മിക്കാറും. അപ്പോൾ നമുക്ക് വേഗം പോയി ഒളിക്കാം. സോ നമുക്ക് നോക്കാം. ആരെങ്കിലും കണ്ടാലോ, ചിലപ്പം തള്ളരപ്പോൾ വന്നാലോ ഗൈസ്. സോ ഗൈസ് ദേ പറഞ്ഞു ദീ എങ്ങോട്ട് കയറിയൊരു പോളെ ദേ ഞാനടിയിലില്ല കേട്ടാ. സോ ഗൈസ് കയറി നമുക്ക് നിന്ന് നോക്കാം. തള്ള എന്തോ ചെയ്യും നോക്കാലോ. തള്ളജി ഞാൻ ഇവിടെ ഉണ്ട്, എന്തോ ചെയ്യാനാ. അയ്യോ പേടിച്ചു പോയി. ഇതന്നെ സൊമാറ്റോ ആടാ. ഇത് കാണണം ഞങ്ങളിനി മാറ്റണം. ഓക്കെ ഇറ്റ്സ് ടൈം ഫോർ ഡേ 3. സോ എന്നത്തെയും പോലെ കണ്ണും തെളിച്ച് വന്ന് പുള്ളിക്കാരി ഓരോ ദിവസം പിടിക്കുമ്പോഴും ഓരോ ഇഞ്ചക്ഷൻ തന്നു മാക്കി വിടത്തുന്നു. സോ പറയാൻ പറ്റില്ല, നമുക്ക് പുള്ളിക്കാരിനെ കാണണം. അതിനുവേണ്ടി ഈ കഥ തുറന്നിടണം. സോ നമുക്ക് ഇവിടെ ഇരിക്കാം. സോ നമുക്ക് കയറിയിട്ട് ഡ്രോപ്പ് ചെയ്യാം, അടയ്ക്കാം. പുള്ളിക്കാരി എന്ത് ചെയ്യും? ഓക്കെ വന്ന് പുള്ളിക്കാരി ഫുള്ള് ഡൈ കേട്ടോ. പുറകെ ഫുള്ള് നരച്ചിരിക്കുന്ന, ഫ്രണ്ടിൽ ഫുള്ള് ഡൈ. ഇല്ലേണ്ട പോണ് അടിയിലോട്ട് പോണു. ഇതുകൊണ്ട് തള്ള അങ്ങോട്ട് പോയി. ഓക്കെ അവിടെ ഒരു മണി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ എന്തോ സംഭവമുണ്ട്. സോ എനിക്കറിയാം എന്തേ ഇപ്പോൾ ആ സാധനം താഴെ വീണിട്ടുണ്ട്. എനിക്കറിയാം ആ സൗണ്ട് കേട്ടിട്ട് തള്ള വരും, എന്നെ വന്നിട്ട് മണ്ടക്കിട്ടടിക്കും. ദേ വരുന്നു തള്ള. സുഖമല്ലേ? ഇത് കാണുമ്പോൾ നമ്മളിതേ മണ്ടയ്ക്ക് കൂടി പോകണം. തള്ളക്ക് എന്നെ സാധനമാണ് ചെവി ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ് നടന്നപ്പോൾ വരെ കേട്ടെ. ഓക്കെ ഡേ 4 സമയം. ഓക്കെ എനിക്കറിയാം ഇപ്പോൾ എങ്ങാണ്ടല്ലേ എന്തോ ഒരു അതന്നെ ചോരക്കളി. ഓക്കെ ഫുള്ള് ചോരക്കളിയാണ്. ഇതിൻ്റെ അടിയിലോട്ട് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. അപ്പോൾ ഗ്രാനി വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ കയറാം ഗൈസ്. ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ നമുക്ക് അതിൻ്റെ അടിയിൽ കയറിയിരിക്കാം, എന്നിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇതേന്ന് ഗൈസ് ഞാൻ ഇടുന്നതിന് മുമ്പ് ഇതേ കയറുന്നു. ഒരാളുടെ കൊട്ടിയിട്ടൊക്കെ പറഞ്ഞേ എന്തോ പരിപാടി ഇത്. സോ അമ്മേ ദേ ഗൈസ് ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ അടിക്കുന്നു. 5 ഡേ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തന്നെ. അത് ശരി. ഐറ്റംസ് ടു പേ, ടാപ്പ് ഐറ്റംസ് ടു പേ. അയ്യോ എനിക്ക് അതിന് ആ ടോട്ടലിൻ്റെ അകത്തൊന്നും കാണിക്കുന്നില്ലല്ലോ. നമ്മളെ തല്ലിക്കൊല്ലും. ഇത്ര നേരം നമ്മളെ കൊതു അടിക്കുന്ന പോലെ അടിച്ചു വിടുമായിരുന്നു. ഇതാണ് യഥാർത്ഥ കളി. ഈ കളിയിൽ നമ്മൾ ജയിച്ചില്ല, നമ്മളൊരു തോൽവി. സോ ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. എന്തായാലും നമ്മൾ ഗ്രാനിയുടെ തലമണ്ടയ്ക്ക് അടിച്ചൊരു സെക്കൻഡ് പാർട്ടുണ്ട്. സോ ഓക്കെ നിങ്ങളെന്തായാലും പേടിയുണ്ട. പിന്നെ തനിയെ കഥ പറഞ്ഞിട്ട് പോകണോ? ഇങ്ങോട്ട് വാളേ.
ഓ വന്ന് പടച്ചു വന്നു. എൻ്റെ ചോര ഓടേണ്ട വാള്. നമുക്ക് ഗ്രാനിനെ പറ്റിയാം ഗീസ്. നമുക്കത് അങ്ങോട്ടറിയാം എന്നിട്ട് പോവാം. ഇതേ വന്ന് ഗീസ് നാക്കിനി ഓടാം. ഗീസ് നാക്കിനി ഓടാം. എന്താടാ ഈടാ ഗ്രാനി ട്രാപ്പടാ. ഓ ഗൈസ് ഗ്രാനി നേരത്തെ കണ്ടെന്ന് തോന്നുന്നു ദിവ്യ ദൃഷ്ടിയിൽ. എന്തോ പരിപാടിയാണ് ഗൈസ്. എന്താടാ ഇതന്നാ ഇത് ഗ്രാനിയുടെ തുണിയല്ല ഞാൻ കാണുന്നേ. ഓക്കെ ആ ജയിലാണോടാ? അവിടെ എല്ലാം പൂട്ടിയിടുവോ? ഓ എനിക്കറിയാം എന്തേ ചലന്തിയോല. അതിന് എന്തൊക്കെയാ? ഹായ് അമ്മായി ചിരിച്ച് നിൽക്കുന്നു. അമ്മയുടെ ഡൈയാന്ന് ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ പറയും കേട്ടോ. ഹായ് തരാനാണെങ്കിൽ പയ്യാന്ന് മതി. അയ്യോ മേ ഓഫ് ഗൈസ് നല്ലൊരു എൻഡിങ് ആയിരുന്നു. എന്താണേലും ഗെയിം ഓവറായി. ഈ ഒരു ട്രാപ്പ് സാധനം ഇതാണ് എന്നെ കുടുക്കിയത്. ഈ ഒരു മണ്ണ സാധനം എന്തൊക്കെ പറഞ്ഞാലും കളി തീർന്ന്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.